എന്നെ കേട്ട പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ക്രിസ്മസിന്റെ എല്ലാ മക്കൾക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you so much. ജോസഫ് മറിയത്തോടുള്ള വിവാഹം നിശ്ചയിച്ചിരുന്ന സമയം, അതായത് വിവാഹത്തിന് മുമ്പ് ഗബ്രിയേൽ മരണ പരീക്ഷകൾ ഇങ്ങനെ മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞ് ഈശോ എന്ന് പേരിടണം. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മയാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ജോലി എന്നെ നൽകിയിരിക്കും. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസറത്തിലും യൂദയായുടെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റ സീസറിന്റെ കൽപ്പനപ്രകാരം ജനസംഖ്യയെ നിലച്ചേർക്കാൻ ആ യാത്രയിൽ മാനവൻ പ്രസവ സമയമായി. എന്ത് ചെയ്യും? അവർ സത്യത്തിൽ സ്ഥലം അന്വേഷിച്ചു കിട്ടി, മറ്റു ഭവനങ്ങളെ അന്വേഷിച്ചു കിട്ടി. അവസാനം അവർ ഉൾപ്പെടുത്തി. എന്നിട്ട് മാതാവ് ഈശോയെ പിള്ളക്കച്ചേരി ഉൾപ്പെടുത്തി. ആ പ്രദേശത്തെ വഴികളിൽ ആളുകളെ രാത്രി കാത്തുകൊണ്ട് ഇടയമാൻ സ്വർഗീയ സൈന്യത്തിലെ ഒരു വ്യൂഹം പ്രദേശത്ത് പറഞ്ഞു. സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങൾ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു ലക്ഷ്യം. സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങൾ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു ലക്ഷ്യം. കർത്താവായ ക്രിസ്തു ജയിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ വേഷത്തിൽ വന്ന 3 രാജാക്കൾ അവർ ഉണ്ണിയെ ജയിച്ചെത്തി. കിഴക്ക് അവർ കണ്ട ആ ലക്ഷ്യം അത് അവരുടെ മുന്നിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അവർ ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്നിരുന്നു. അവർ ഉണ്ണി ആരാധിക്കുകയും പൊന്ന് നീർ കുതിരയ്ക്ക്